രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ മാർക്ക് കാസഡോയ്ക്ക് പകരക്കാരനായിട്ട് ഫ്രാങ്കി ഡിജോങ്ങിനെ ഹാൻസി ഫ്ലിക്ക് കളത്തിലേക്ക് വിടുകയാണ്. ഇതോടെ മത്സരത്തിന്റെ ഗതി തന്നെ അങ്ങ് മാറി. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ബാഴ്സ പിന്നീട് 3 ഗോളുകൾ അടിച്ച് 1-3 ഗോളിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കി. റയൽ ഓവിയോവിനെ 1-3 ഗോളുകൾക്ക് ബാഴ്സ പരാജയപ്പെടുത്തുമ്പോൾ ആദ്യ പകുതിയിൽ കീപ്പറിന്റെ ഒരു മിസ്റ്റേക്കിൽ നിന്നായിരുന്നു ബാഴ്സലോണ ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്നത്. ഗോൾ കീപ്പർ ബോക്സിന് പുറത്തു വന്നിട്ട് ഒരു ബോൾ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 100% അത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പാസ് ആയിരിക്കണം അദ്ദേഹത്തിന് ഭാഗത്ത് വരേണ്ടത്. എന്നാൽ മിസ് പാസ് ചെയ്യുന്നു. കീപ്പർ ഇല്ലാത്ത പോസ്റ്റിലേക്ക് റയൽ ഓവിയോ താരം ഗോൾ സ്കോർ ചെയ്യുകയാണ്. അങ്ങനെ ആദ്യ പകുതിയിൽ ബാഴ്സ ഒരു ഗോളിന് പിന്നിൽ പോകുന്നു. രണ്ടാം പകുതിയിലാണ് ഫ്രാങ്കി ഡിജോങ്ങിന്റെ വരവും ബാഴ്സയുടെ ആ ഒരു തിരിച്ചു വരവും. 3 ഗോളുകൾ അടിച്ചായിരുന്നു ബാഴ്സ ഈ മത്സരത്തിലേക്ക് തിരിച്ചെത്തിയത്. 1-3 ഗോളിന്റെ ഒരു വിജയം ബാഴ്സ സ്വന്തമാക്കി. ബാഴ്സയ്ക്കായി എറിക് ഗാർസിയ, റോബർട്ട് ലെവൻഡോസ്കി, റൊണാൾഡ് അറോജോ എന്നിവരായിരുന്നു ഗോൾ സ്കോർ ചെയ്തിരുന്നത്. രണ്ടാം പകുതി മാത്രം കളിച്ച ഫ്രാങ്കി ഡിജോങ് 73 ടച്ച് ചെയ്യുന്നു, 65 പാസുകൾ ചെയ്യുന്നു. അതിൽ 64 ആക്യുറേറ്റ് ആയിരുന്നു. പാസിംഗ് ആക്യുറസി എന്ന് പറയുന്നത് 98%. ഫ്രാങ്കി ഡിജോങ്ങിന്റെ ഈ ഒരു ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ ബാഴ്സ സ്കോർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്തു.